ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കറിനാരങ്ങയാണ്. ചില സ്ഥലത്ത് ഈ കറിനാരങ്ങയ്ക്ക് വടുകപ്പുളി എന്ന് പറയാറുണ്ട്. ഞങ്ങൾ സാധാരണ കറിനാരങ്ങ എന്നാണ് പറയാറ്. ഞാനിപ്പോൾ ഒരു നാരങ്ങയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു തുടം വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഞാനൊരു 7 പച്ചമുളക് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഈ നാരങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. ഈ നാരങ്ങയുടെ തൊലി ചെത്തിക്കളയുമ്പോൾ നമ്മൾ പുറത്തുള്ള തൊലി നന്നായിട്ട് തന്നെ ചെത്തിക്കളയണം. അതല്ലെന്നുണ്ടെങ്കിൽ അച്ചാർ കയ്പ്പായിരിക്കും. അപ്പോൾ ഞാൻ നാരങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് നാരങ്ങ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഇത് വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അച്ചാറിടാൻ വേണ്ടിയുള്ള നാരങ്ങയെല്ലാം ഞാൻ വീണ്ടും ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഞാനിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 സ്പൂൺ അച്ചാർ പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവ പൊടിയാണ്. അപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ച ആ പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നാരങ്ങയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അച്ചാറിലൊക്കെ മെയിനായിട്ട് ചേർക്കുന്ന ഒന്നാണ് കായം. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ പൊടികളെല്ലാം നാരങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. ഈ പൊടികളെല്ലാം നാരങ്ങയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് അച്ചാറിടാം. അപ്പോൾ ഇനി അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാറിനൊക്കെ എപ്പോഴും നല്ലെണ്ണ യൂസ് ചെയ്യുന്നതാവും കൂടുതൽ നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഞാൻ 1/2 ടീസ്പൂൺ കടുകും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ചേർത്താൽ മതിയാവും. നമ്മൾ നേരത്തെ നാരങ്ങയിൽ പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തപ്പോൾ കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് തിരുമ്മി വെച്ചിരുന്ന നാരങ്ങ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നാരങ്ങയൊക്കെ മിക്സ് ചെയ്തെടുത്ത ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചുറ്റിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യമേ നാരങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കറിനാരങ്ങയ്ക്ക് നല്ലൊരു പുളിയും അതുപോലെ ഒരു കയ്പും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഉപ്പൊക്കെ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിന് നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കായം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ കായം ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ മൂടി വെക്കുന്നതിന് മുമ്പേ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് പാകത്തിനല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. പിന്നെ പുളിയും കയ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം മൂടി വയ്ക്കാൻ.
സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നാരങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. നല്ല പുളി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് വേണ്ടി വരും. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനി നാളെ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്